ധർമ്മടത്ത് തന്നെ ജനങ്ങൾ പിണറായിക്കെതിരാണ്. കേരളത്തിലെ ജനങ്ങളുടെ വിജയമാണ്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിജയമാണ്. രാഹുൽ ഗാന്ധി ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ അനിവാര്യമായ മാറ്റത്തിന് നേതൃത്വം നൽകുക എന്നുള്ളത്. അത് ചെയ്യാൻ കഴിയുന്നതിനകത്ത് സന്തോഷമുണ്ട്. കാര്യങ്ങൾ വരട്ടെ, നമുക്ക് പറയാം. കൂട്ടായ്മയുടെ വിജയമാണ്. എല്ലാവരും ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആള് തൊട്ട് രാഹുൽ ഗാന്ധിയും ഖാർഗെജിയും വരെയുള്ള മുഴുവൻ ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പൊരുതി നേടിയ UDFന്റെ നേതൃത്വം, ഘടകകക്ഷികൾ എല്ലാവരും ഒരുമിച്ച് നേടിയ വിജയമാണ്. UDFന് ചരിത്ര വിജയമാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ ആരംഭഘട്ടം തന്നെ പറഞ്ഞാണ് 100 സീറ്റിനോട് അടുപ്പിച്ച് UDF വിജയിക്കുമെന്ന് പറഞ്ഞു. ഏതാണ്ട് അതിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോൺഗ്രസിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും പിണറായി വിജയനെതിരായുള്ള ജനവിധിയാണ്. കൂടാതെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രകടന പത്രിക, രാഹുൽ ഗാന്ധി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ 5 ഉറപ്പുകൾ, ആ ഉറപ്പുകൾ കേരളത്തിലെ സ്ത്രീ വോട്ടർമാര് അംഗീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്ന പൂർണ്ണ വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടി വലിയ സ്വാധീനമാണ് സ്ത്രീ വോട്ടർമാരിൽ ചെലുത്തിയിട്ടുള്ളത്. വലിയ വിജയം. എക്സിറ്റ് പോളുകളെ പോലും കടത്തി വെട്ടിക്കൊണ്ട് കേരള ജനത UDFന്റെ കൈകളിലേക്ക് ഭരണം നൽകിയിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ LDFനെതിരെയുള്ള ശക്തമായ ജനങ്ങളുടെ ഒരു ജനവികാരം കൂടിയാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. വലിയ വിജയം, വലിയ ആവേശം, വലിയ ഉത്സാഹം. തീർച്ചയായും ഒരു സ്പെക്ടാക്കുലർ വിക്ടറി എന്നൊക്കെ പറയാൻ സാധിക്കുന്ന, എഴഞ്ഞെഴഞ്ഞു പോകുന്ന ഒരു വിജയമല്ല. ജനം UDFന് സമ്മാനിച്ചിരിക്കുന്ന ഒരു ഉജ്ജ്വല വിജയമാണ്. നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറം ജനം നമുക്ക് കൊണ്ടിരിക്കുക. ഒരു പൊതുയോഗം കേരളത്തിന് അത് ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചു എന്നതിന്റെ തെളിവാണ് ഈ കണ്ടിട്ടുള്ളത്. ശക്തമായ തിരിച്ചുവരവാണ് കോൺഗ്രസ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയ ഒരു വിജയമാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ്, 84 മുതൽ ഉറപ്പ് 54, 97 വരെ കിട്ടുന്നതാണ്. പക്ഷെ ഞങ്ങളെ കണക്കുകൂട്ടി തെറ്റിച്ച് 100-ലേറെയാവും. ഇത് 10 വർഷത്തെ ഇടതുപക്ഷത്തിന്റെ ജനങ്ങൾക്ക് അവരോടുള്ള എതിർപ്പിന്റെ ഏറ്റവും വലിയ ഒരു സ്പന്ദനമാണ്. ജനങ്ങൾ UDFനെ വലിയ രീതിയിൽ പ്രതീക്ഷയോടുകൂടി പിണറായി വിജയൻ അടക്കം പിറകിലാണ്. വലിയ രീതിയിൽ അടിയുണ്ടാകും. ഞങ്ങള് പ്രതീക്ഷയിൽ അപ്പുറമായി LDF 45 സീറ്റിൽ മേലെ പോകില്ല എന്നാണ് ഞങ്ങളുടെ വ്യക്തമായ കാഴ്ചപ്പാട്. ഉറപ്പായിട്ടും അത്യുജ്വലമായ റിസൾട്ടാണ്. കേരളം ഇതാ എന്നേക്കുമായി ഇടതുപക്ഷത്തിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറാൻ പോവുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കൊടുത്തുകൊണ്ട് CPM ഇതാ അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ഈ മണ്ണിൽ CPM ഉയരില്ല, അവസാനിക്കാൻ പോവുകയാണ്. ഉടുമ്പൻചോലയിൽ UDF ചരിത്ര വിജയം നേടും. LDFനെ തൂത്തുവാരി അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. 10 കൊല്ലത്തെ ദുർഭരണം, അതും പിണറായിയുടെ ദുർഭരണം ആണ് ഇവിടെ അവസാനിക്കുന്നത്. കണ്ടില്ലേ, 95 സീറ്റ് UDFന് വെറും 41 എന്ന് പറഞ്ഞാൽ 2 ഇരട്ടിയേക്കാളും കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. എത്രമാത്രം ജനം വെറുക്കുന്നു LDFനെ പിണറായി എന്നത് ഇത് കാഴ്ച തരുന്നത്. തീർച്ചയായിട്ടും ഒരു വൻ വിജയമാണ്. ഈ വിജയം തീർച്ചയായിട്ടും UDFനെ കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസ് എല്ലായിടത്തും ഇത് നല്ല ശക്തിയിലേക്ക് കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ കോട്ടകളെ പോലും കുലുക്കുന്ന ഒരു കുലുക്കി വീഴാണ്. നമ്മൾ 100 സീറ്റ് സെഞ്ചുറി അടിക്കും. UDF സെഞ്ചുറി അടിക്കും, ഉറപ്പാണ്. എന്താണ് ഇങ്ങനെ അടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ട് ജനങ്ങൾ വേദനിക്കുന്ന വേദനയും പ്രയാസത്തിനും ജനാധിപത്യ രീതിയിൽ മറുപടി കൊടുക്കും. UDF 100-ലധികം സീറ്റോടെ അധികാരത്തിലേക്ക് വരും. ഇത് സർക്കാരിനെതിരായ അതിശക്തമായ ജനവികാരമുണ്ട്. അതോടൊപ്പം തന്നെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ പിണറായിസത്തിനെതിരായ വോട്ട് ചെയ്തു എന്നുള്ളതിന്റെ പ്രതിഫലനം കൂടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഉണ്ടാകും. 100% തന്നെയാണ് UDF പ്രതീക്ഷിച്ചിട്ടുള്ളത്. എങ്ങനെ പോയാലും 85 ആയിരുന്നു നമ്മൾ അസസ് ചെയ്തിരുന്നത്.
അത് മുകളിലേക്ക് പോകുന്നതായിരുന്നു കണക്കൂട്ടിയത്. അത് 100% ആവും, തർക്കം വേണ്ട.